നമ്മൾ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇതിനിപ്പം റെമിഷൻസ് കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ച നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിനെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒപ്പിടരുത് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നമ്മുടെ കേസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ ഡീറ്റെയിൽസും ഗവർണറുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗവർണർ പറഞ്ഞത് ഹൈക്കോടതിയുടെ വിധി വളരെ ക്ലിയറാണ്. ഒരു കാരണവശാലും 20 വർഷത്തിനുള്ളിൽ അവർക്ക് റെമിഷൻസ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അത് വരുന്ന പ്രശ്നമില്ല, വന്നാലും ഒപ്പിടുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, ഇതിനകത്ത് മറ്റൊരു നീക്കവും നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പ്രതിപക്ഷം ആലോചിച്ചുകൊണ്ട് എന്താണ് അതിനെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിച്ച് ചെയ്യാം. അപ്പോൾ പ്രതിപക്ഷ നേതാവും കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും.